അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുവാൻ ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസം നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കേണ്ട മാസമാണ്. റസൂലും സഹാബികളും ബദ്റിലേക്ക് ഇറങ്ങിയത് തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാനും അത് ഊട്ടി ഉറപ്പിക്കുവാനും വേണ്ടിയാണ്. എന്നാൽ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തി ഇടപെടലുകൾ നമ്മുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടായിക്കൂടാ. ആധുനിക സമകാലിക സാഹചര്യത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അറബ് രാജ്യങ്ങളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറബ് രാജ്യങ്ങളിൽ സമാധാനം നൽകുമാറാകട്ടെ. അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. എന്നാൽ സുഹൃത്തുക്കളെ, ഇതേ സന്ദർഭത്തിൽ ഈ കാര്യത്തിൻ്റെ മറവിൽ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുന്ന അവസ്ഥ ആവശ്യം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടാ. ഒരു ആവേശത്തിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്ന അവസ്ഥ ആവശ്യം നമുക്ക് ഉണ്ടായിക്കൂടാ. സമൂഹത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ, ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസത്തെ തന്നെ പരിപൂർണമായി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ ഇതിൻ്റെ വക്താക്കളായി തന്നെ പുറത്തേക്ക് വരുമ്പോൾ വേറെ ചില ആളുകൾ ഇവരുടെ ആവേശത്തിൻ്റെ പുറത്ത് അത് വായിച്ചും കേട്ടും അതാണ് ശരിയെന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും അത്തരത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ, ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ രണ്ടാളുകളുടെയും വിശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടുപേരും മുസ്ലിമുകളുടെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിപൂർണം അപലപിക്കുന്ന വിഷയമാണ്. ലോകത്ത് യുദ്ധം ഉണ്ടാകരുത്. യുദ്ധത്തിൻ്റെ പേരിൽ മരിക്കുന്നത് പലപ്പോഴും നിരപരാധികളായ ആളുകളാണ്. ഏറ്റുമുട്ടുന്ന അതിന് പ്രധാനപ്പെട്ട ആളുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയോ മരണം വരിക്കുകയോ ചെയ്യാറില്ല. മറിച്ച് എപ്പോഴും മരണപ്പെടുന്നത് സാധാരണക്കാരായ നിരപരാധികള ആളുകൾ. അവർ മരിക്കുന്നത് നമുക്ക് വലിയ സങ്കടമുണ്ട്. അതൊരിക്കലും നമ്മൾ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ മറവിൽ നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന അവസ്ഥയെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഇറാൻ എന്ന് പറഞ്ഞാൽ പരമോന്നതമായി ഷിയ വിശ്വാസം കൈക്കൊള്ളുന്ന രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അവിടുത്തെ പരമോന്നത നേതാവ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹം ഷഹീദാണ് എന്നും യാ ഷഹീദ് അസ്സലാം എന്നുമൊക്കെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടും അതിനെ വാഴ്ത്തിക്കൊണ്ടുമുള്ള സംസാരങ്ങൾ നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും ഭാഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണ്. ഇസ്ലാമിന് എപ്പോഴും നാശം മാത്രം വരിച്ചവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മരണപ്പെട്ട ഷഹീദ് എന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിമീങ്ങൾക്കെതിരെ, സഹാബികൾക്കെതിരെ പോലും വളരെ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞവരാണ്. ഫിഖ് പഠിപ്പിക്കുന്ന കിതാബു ത്വഹാറത്തിൽ അവിടെ ശുദ്ധിയും അശുദ്ധിയും വേർതിരിക്കുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹയും അബൂബക്കറും ഉമറും ഉസ്മാനും അവർ പട്ടിയേക്കാൾ പന്നിയേക്കാൾ മോശപ്പെട്ടവരാണ്, വൃത്തികെട്ടവരാണ് എന്ന് എഴുതിയ ആളുകളാണ്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ് എന്നും അവർ മോശപ്പെട്ടവരാണ് എന്നും സഹാബികൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കിയവരാണ് എന്നും ആയിഷ ബീവി നരകത്തിലാണെന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിമാകില്ല എന്നും വരെ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അവർ അലി ഇബ്നു അബീ ത്വാലിബിൽ നിന്നും അധികാരം തട്ടിയെടുത്തവരാണ്. അതുകൊണ്ട് തന്നെ അധികാരം തട്ടിയെടുത്തവർ മുനാഫിഖും കാഫിറുമാണ്. അവർ കാഫിറാണെന്ന് വിശ്വസിക്കാത്തവൻ കാഫിറാണ് എന്ന് പറഞ്ഞ ആളുകളാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ. ജമൽ യുദ്ധത്തിലും സുഫീൻ യുദ്ധത്തിലും അലി റളിയല്ലാഹു അൻഹു എതിർഭാഗത്തുണ്ടായിരുന്ന മുസ്ലിമീങ്ങളെല്ലാം കാഫിറാണ് എന്നും അവരെല്ലാം നരകത്തിലാണ് എന്നും ഭൂരിഭാഗം മുസ്ലിമീങ്ങളെയും അങ്ങനെ നരകത്തിലും ആക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാരങ്ങളെ എല്ലാത്തിൻ്റെയും കടക്ക് കത്തിവെച്ച് മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയ ആളുകൾ, മക്കയിൽ മസ്ജിദുൽ ഹറമിൽ നിന്ന് ഹജറുൽ അസ്വദ് കട്ടുകൊണ്ടുപോയ ആളുകളായിരുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരം അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോകുവാൻ മാത്രം പ്ലാനിട്ടവരായിരുന്നു. മസ്ജിദുൽ ഹറമിൽ അടക്കം യുദ്ധ ഭീതി ഉണ്ടാക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്ത ആളുകൾ ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ആ ഷിയാക്കളെ മഹത്വവൽക്കരിക്കുവാൻ അഹ്ലു സുന്നക്ക് സാധ്യമാവുകയില്ല. അത്തരം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ ഷഹീദാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാഴ്ത്തുവാൻ ഒരു വിശ്വാസിക്ക് സാധ്യമാവുകയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, പരിശുദ്ധമായ റമദാൻ മാസം വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട മാസത്തിൽ തന്നെ ഇത്തരം ഇടപെടലുകളിലൂടെ നമ്മുടെ വിശ്വാസത്തെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പല ആളുകളും പരസ്പരം ഏറ്റുമുട്ടലുകളും വൃത്തികെട്ട സംസാരങ്ങളും ഒക്കെ മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ദുരവസ്ഥ ഈ പരിശുദ്ധമായ റമദാൻ മാസം നമ്മൾ കണ്ടുവരുന്നു. അതിൽ നിന്നും സുഹൃത്തുക്കളെ, സഹോദരന്മാരെ നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കുവാൻ മുസ്ലിം ലോകത്തൊരു സംഗതികൾ നടക്കുമ്പോൾ ആ വിഷയത്തെ
ആളുകൾ സമൂഹത്തിലെ മീഡിയ എന്ത് പറയുന്നു, പത്രങ്ങൾ എന്ത് കാണുന്നു, അത് കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകാതെ വസ്തുതകളെ വസ്തുതാപരമായി കൊണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചത് സുഹൃത്തുക്കളെ, സാന്ദർഭികമായ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങളിൽ യുദ്ധത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾ അത് ഏത് രാജ്യമായിരുന്നാലും ശരി അവരുടെ കൂടെയാണ് നമ്മളുള്ളത്. അത് കാഫിർ രാജ്യമായിരുന്നാലും ശരി, പിന്നെ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ, ഒരു കാരണവുമില്ലാത്ത നിരപരാധികളായ ആളുകൾ പ്രയാസപ്പെടുന്നുവെങ്കിൽ നമ്മൾ അവരുടെ കൂടെയാണ്, അത് ആരായിരുന്നാലും അവരുടെ കൂടെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ അതിൻ്റെ പേരിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ ഒരിക്കലും നമ്മൾ സന്നദ്ധമായി കൂടാ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൂടെ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കും.